നോക്കൂ ഇവിടെ നാളെ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ, ഇത് വെറും കോൺഗ്രസിൻ്റെ മാത്രം വിഷയമല്ലല്ലോ. കോൺഗ്രസ്, CPIM, RJD, JDU, ക്ഷമിക്കണം, RJD, JDU, ഇപ്പോൾ സമാജ്വാദി പാർട്ടിയും ആ ലീഗിലേക്ക് വന്നിട്ടുണ്ട്. ഇവരൊക്കെ തന്നെയും ഇവർ ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ്, ഇവർ മുസ്ലിം പാർട്ടിയാണ് എന്നുള്ള നിലയിലുള്ള ഒരു ചിത്രീകരണമാണ് വരാൻ പോകുന്നത്. ഞാൻ ഒട്ടും കുറച്ച് കാണുന്നില്ല നരേന്ദ്രമോദിയുടെ ആ ശക്തിയെ. കാരണം ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ആളാണ് നരേന്ദ്രമോദി. അങ്ങനെ ഒരാൾ നിർഭാഗ്യവശാൽ പ്രതിപക്ഷത്തില്ല. അതാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ വൈകല്യം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. രാഹുൽ ഗാന്ധി പറയുന്ന പോലെ പോക്കറ്റിൽ കൈയിട്ട് നടന്നാലൊന്നും കാര്യങ്ങൾ നടക്കില്ല. ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള മഹാഭൂരിപക്ഷം വരുന്ന നിരക്ഷരായ ആളുകൾക്ക് അവർക്ക് വാക്കുകളിൽ കൂടിയാണ് കാര്യങ്ങൾ പലതും മനസ്സിലാകുന്നത്. അങ്ങനെ വാക്കുകളിൽ കൂടി 1977 അടിയന്തരാവസ്ഥ വന്ന ഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കാൻ അന്നത്തെ പ്രതിപക്ഷത്തിന് സാധിച്ചിരുന്നു. ഇപ്പോൾ അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ അന്തരീക്ഷമാണ് ഈ രാജ്യത്തുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരു പൗരനാണ് ഞാൻ. പക്ഷേ ആ സാഹചര്യം വിശദീകരിച്ചു കൊടുക്കാൻ യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, ഇത് വെറും മതേതരത്വത്തിൻ്റെ മാത്രം വിഷയമല്ലാന്നേ, നമ്മൾ എത്ര തവണ ചർച്ച ചെയ്ത വിഷയമാണ്. ആവർത്തിച്ചു പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ സംവിധാനങ്ങളെയും നിശ്ചലമാക്കിയിരിക്കുന്നു. സാധാരണഗതിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം തർക്കിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ടല്ലോ, കക്കൂസ് നിർമ്മാണം, അതുപോലെ തന്നെ പാചകവാതകം സബ്സിഡി നൽകുന്ന കാര്യം, ഗംഗാ നദിയുടെ ശുചീകരണം. ഇതൊക്കെ സാധാരണഗതിയിലാണെങ്കിൽ 1947 മുതൽ നമ്മൾ 2014 വരെയുള്ള കാലഘട്ടത്തിൽ, ഏറ്റവും കുറഞ്ഞത് 2019 വരെയുള്ള കാലഘട്ടത്തിലെങ്കിലും CAG റിപ്പോർട്ടുകളിലൂടെ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്, അതിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ചൊക്കെ തന്നെയും നമ്മുടെ മുന്നിൽ റിപ്പോർട്ടുകളായി അവതരിപ്പിച്ചിരുന്നു. 2019 മുതൽ 2024 വരെയുള്ള കാലഘട്ടത്തിൽ CAG റിപ്പോർട്ട്, കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് CAG റിപ്പോർട്ടുകളില്ല. പകരം CAG റിപ്പോർട്ട് നൽകുന്നത് പ്രതിപക്ഷ സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളെക്കുറിച്ച് മാത്രമാണ് എന്നുള്ള ഒരു സാഹചര്യമുണ്ട്. സുപ്രീം കോടതിയുടെ സ്ഥിതി എന്താണ്? സംസ്ഥാന സർക്കാരുകളെ, പ്രത്യേകിച്ച് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് പാർലമെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സുപ്രധാന ബില്ലുകൾ വരുമ്പോൾ നമുക്ക് ഓർമ്മയില്ലേ, ഒരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് വിശ്വാസ പ്രമേയം നേടിയ അടൽ ബിഹാരി വാജ്പേയി, ഇതേ പാർട്ടിയുടെ നേതാവായിരുന്നു അടൽ ബിഹാരി വാജ്പേയി, ഈ രാജ്യത്ത് നിന്ന് അധികാരത്തിൽ നിന്ന് പുറത്തുപോയത്. അത്രയും ജനാധിപത്യം ആ കാലഘട്ടത്തിൽ BJPക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ 236 MPമാരെ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് സുപ്രധാനമായ ബില്ല് ഭരണകൂടം. അപ്പോൾ ജനാധിപത്യപരമായി നമ്മുടെ എല്ലാ അവകാശങ്ങളും എടുത്തു കളയുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആട്ടയും ദാലും ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു രാമക്ഷേത്രം നമ്മുടെ മുന്നിൽ അങ്ങ് ഇട്ട് തരുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്നത് നമ്മൾ കൂപമണ്ഡൂകമാണ് അരുൺ. നമ്മൾ സാധാരണഗതിയിൽ പറയുന്നുണ്ടല്ലോ, ഒരു പാത്രം എടുത്ത് വെള്ളം ചൂടാക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ അതിനകത്തിരിക്കുന്ന തവളയ്ക്ക് നമുക്കറിയില്ല നമ്മൾ എത്ര കണ്ട് ചൂടായി വെന്ത് ചാകാൻ പോവുകയാണെന്ന്. നമ്മൾ പെട്ടെന്നൊരു തവളയെ പിടിച്ചൊരു തിളക്കുന്ന വെള്ളത്തിലിട്ടാൽ ആ തവള ചാടിപ്പോകാൻ ശ്രമിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ പതുക്കെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലെ തവളയാണ്. നമുക്കറിയുന്നില്ല നമ്മുടെ മതേതരത്വം, നമ്മുടെ ജനാധിപത്യം നഷ്ടപ്പെടുന്നത്. നമ്മൾ ആ 2024 ഈ രാമൻ്റെ കഥകൾ കേട്ട് നമ്മൾ ഇതിൻ്റെ പിന്നാലെ പോകാൻ പോകുന്ന ജനതയാണ്. അതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഏതൊക്കെ രീതിയിൽ BJP ദുരുപയോഗിക്കും, തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏതൊക്കെ രീതിയിൽ ദുരുപയോഗിക്കും എന്നുള്ളത് വേറെയും ആശങ്കയാണ്. Meet the editors.